കുട്ടികൾക്ക് ഇത് കൊടുക്കരുത് ഒരിക്കലും. ഒരു സെറ്റ് ആവില്ല കേട്ടാ. നല്ല എരിയാണ്. ആദ്യം ഒന്നും എരി ഉണ്ടായിരുന്നില്ല. പ്ലേറ്റ് കാലിയാവുന്നോറും എരി കൂടി കൂടി വരുന്നുട്ടാ. ഇപ്പൊ വയറ് കത്തി തുടങ്ങിട്ടാ. വേർപ്പ് വരാൻ തുടങ്ങിട്ടാ. അപ്പൊ നമ്മള് ഇതിന്റെ പ്രാഥമിക സ്റ്റെപ്പിലേക്ക് കിടക്കാം. എന്റെ പൊന്നു കോഴിയെ സമാധാനം തരുമോ? നിന്റെ ആ കോഴിനെ പറഞ്ഞോളൂ നോക്ക്. അപ്പൊ എല്ലാവർക്കും അടിപൊളി ഒരു ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കണം കേട്ടാ. അപ്പൊ എല്ലാവർക്കും 2025 അടിപൊളി ഒരു വർഷമാവട്ടെ കേട്ടാ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഇന്തോനേഷ്യൻ ഐറ്റം ആണ് കേട്ടാ. ഒരു കിളി പറത്തുന്ന ഇന്തോനേഷ്യൻ ഐറ്റം കേട്ടാ. ഇതെനിക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല കേട്ടാ. കാരണം അങ്ങനെ ഒരു ഐറ്റം ആണ്. കാരണം നമ്മൾ പൊതുവെ മലയാളികൾ നന്നായിട്ട് എരി കഴിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത് കേട്ടോ. പക്ഷെ നമ്മളെക്കാളും ഒരുപാട് എരി കഴിക്കുന്ന ആൾക്കാർ പുറത്ത് രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഒന്ന് സെർച്ച് ചെയ്തെടുത്തപ്പോഴാണ് നമുക്ക് ഇന്തോനേഷ്യയിലെ ഒരു ഐറ്റം എൻ്റെ കയ്യിൽ പെട്ടത് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അയം പെന്നറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്തോനേഷ്യയിലെ ഒരു ഡിഷാണ് കേട്ടോ. അപ്പൊ കുട്ടികൾക്കൊന്നും ഈ ഫുഡ് ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങൾ കൊടുക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കിളി പറത്തുന്ന ഒരു ഐറ്റമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസിലേക്ക് നമ്മൾ കിടക്കണം കേട്ടോ. അപ്പൊ എന്തായാലും കിളി പറത്തണമല്ലോ. അപ്പൊ കിളി പറത്തുന്ന സാധനങ്ങൾ തന്നെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉപയോഗിക്കണമല്ലോ. അമ്മ നമ്മുടെ സാധനങ്ങൾ ഒരു വെളുത്തുള്ളിയും. അപ്പൊ അതെ ഇതാണ് സാധനങ്ങൾ. അതായത് കാന്താരി മുളക് കേട്ടോ. പച്ച കാന്താരി മുളക് 100 ഗ്രാം എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി 100 ഗ്രാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറുനാരങ്ങ കേട്ടോ. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത് കഴിച്ചാൽ എന്തായാലും കിളി പോറൊന്നും തോന്നുന്നുണ്ട്. കാരണം എനിക്ക് അത്യാവശ്യം അരി എല്ലാവർക്കും വേണം. പക്ഷെ ഇത് നമുക്ക് കഴിക്കാൻ പറ്റുമോ നമുക്ക് അറിയില്ല. വണ്ടി ഓടിക്കാനൊക്കെ അമ്മയ്ക്ക് അറിയുമെന്ന് വിചാരിക്കില്ല, അനിയനൊക്കെ. കാരണം എന്തെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകണമല്ലോ. കാരണം ആദ്യം ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാം. എന്നിട്ട് കുഴപ്പമുണ്ടെങ്കിൽ മാത്രം പിന്നെ ആരും കഴിക്കണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇതെന്താ ചെയ്യാന്ന് നോക്കാം കേട്ടോ. ഓക്കെ പോലമ്മ. അപ്പൊ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ കാന്താരി മുളക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഹാർഡ് ഫ്രൈ ഒന്നുമില്ല, ജസ്റ്റ് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക കേട്ടോ. നമുക്ക് ആ മുളക് വറുക്കാൻ വേണ്ടിയിട്ട് എത്ര വെളിച്ചെണ്ണ വേണോ അതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നല്ലപോലെ വേവിച്ചെടുക്കണ്ട. പിന്നെ കുറച്ചു നേരം എണ്ണയിൽ നല്ല തിളച്ച എണ്ണയിലെല്ലാം കിടക്കും. കുറച്ചു നേരം കിടന്നാൽ മതി. എന്നിട്ട് നമുക്ക് കൊഴുകിയെടുക്കാം. ഇത് നമുക്കായിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് വാരിയെടുക്കാം. ഒരുപാട് ആവാനും പറ്റില്ലേ. ഇത് വറുത്തെടുത്തത് കുറച്ച് നേരം ആറാൻ വെക്കാം. എന്നിട്ട് നമുക്ക് ചതയ്ക്കാം. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ വറുത്തെടുത്തിട്ടുള്ള മുളക് നമ്മൾ കുറച്ചു നേരം ഒന്ന് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടിയിലേക്ക് കിടക്കുന്നത് കേട്ടോ. ഓക്കെ. മുളകൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ നന്നായിട്ട് ചതച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. മിക്സിയിൽ അടിക്കുകയല്ല. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതിനാണ് നമ്മൾ സാധനമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെയിറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് അമ്മ ചതയ്ക്കും കേട്ടോ. അപ്പൊ ആദ്യം ഒന്ന് മുളകൊന്ന് ചതച്ചെടുക്കാം. കുറേശ്ശെ ഇടാനായിട്ടുള്ള മൊത്തം ഇട്ട് ചതയ്ക്കുന്നത് ഇതാവില്ല. കുറേശ്ശെ ഇട്ടിട്ട് ചതയ്ക്കാം. 100 ഗ്രാം ആണെങ്കിൽ ഒന്നായിട്ട് ചതയ്ക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ എരിവുണ്ട്. കാരം ചതഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. മുളക് മൊത്തം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കുഞ്ഞു. ചതച്ചിട്ട് ഒരുവിധം ചതഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങന്റെ നീരൊഴിക്കാം. ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇട്ടിട്ട് കുറേശ്ശെ ഇട്ട് ചതയ്ക്കാം. നമുക്ക് കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്തിട്ട് ചതച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഉപ്പ്
നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർത്താം. ഈ ഉപ്പ് പോരാ, കുറച്ചുകൂടി ഇടണം. ഇപ്പം ഇത് മതി. വരല് നിറഞ്ഞു. നമുക്കിത് മാറ്റിയിട്ട് ഇനി വെളുത്തുള്ളി തനിച്ച് ചതച്ചെടുക്കാതെ വരല് നിറഞ്ഞു. ഒന്നായിക്കൊള്ളില്ലേ? നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അമ്മിയിലാണെങ്കിൽ മൊത്തം നമുക്ക് എടുക്കാം. ചതച്ചിട്ട് ഇതിലാകുമ്പോൾ കൊള്ളില്ല. ഇത് മുളകിന്റെ അടുത്തൊക്കെ വെക്കുമ്പോഴേ ഭയങ്കരമായിട്ട് എരിയാട്ടോ, കണ്ണിക്കൊക്കെ അടിക്കുന്നത്. ഇത് എന്താ അവസ്ഥ ആലോചിച്ച് വെക്കാം. ഇപ്പൊ ജഗതി പറയണ പോലെ ആരീസേ ഒരു ബക്കറ്റ് വെള്ളം ഇങ്ങനത്തെ ഓടേണ്ടി വരും തോന്നുന്നുണ്ട്. ഇത്ര എരിയാണ്, കാന്താരിയായ കാരണമാണ്. വേറെ മുളകാണെങ്കിൽ ഇത്ര കാര്യം ഉണ്ടാവില്ല. ഇത് വെളുത്തുള്ളി തനിച്ചാണ്. ഇനി നമുക്ക് ആ മുളകിൽ കൂടെ മിക്സ് ആക്കാട്ടത്. വെളുത്തുള്ളി നല്ലപോലെ ചതഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് ചതയ്ക്കാം. വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാത്രത്തിലേക്ക് മാറ്റാം. നല്ലപോലെ ചതച്ചിട്ടുണ്ട്. ഇനി ബാക്കി പരിപാടിക്ക് കിടക്കാം. അപ്പൊ നമ്മൾ മുളക് വെളുത്തുള്ളി എല്ലാം നല്ല രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അമ്മിയുള്ളവരാണെന്നുണ്ടെങ്കിൽ അമ്മിയിൽ ചതച്ചെടുത്താൽ പെട്ടെന്ന് എളുപ്പത്തിൽ കിട്ടൂട്ടാ. നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ നമ്മൾ അതെല്ലാം എടുത്ത് നമ്മൾ ഒരു ഉരുളെടുത്തിട്ട് ഒരുപാട് അതിൽ കൊള്ളില്ല. അപ്പൊ കുറച്ച് എടുത്തിട്ടാണ് നമ്മൾ കുറച്ച് സമയം എടുത്തിട്ടാണ് ചതച്ച് എടുത്തിട്ടുള്ളത് കേട്ടോ. അമ്മയൊക്കെ കണ്ടില്ല, നന്നായിട്ട് വേർത്തൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മുടെ കൈയൊക്കെ നല്ല എരിയായിട്ടാണ് നിൽക്കുന്നുണ്ട്. ആൾ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ എരിയുടെ സ്മെല്ല് കിട്ടുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതാ 2 കുട്ടപ്പൻ ലെഗ് പീസാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇതിൽ ചേർക്കാൻ വേണ്ടി എടുത്തുള്ളത് കേട്ടോ. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ മസാലയാണ് നമ്മൾ നോക്കേണ്ടത്. മസാലയ്ക്ക് പ്രധാനമായിട്ട് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, ഒരു നാരങ്ങനീര്. ഈ 4 ഐറ്റംസും വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ മസാല തയ്യാറാക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള മസാലയല്ല, അവരുടെ രീതിക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് മസാല ഒന്ന് തയ്യാറാക്കിയാലോ? സെറ്റല്ലേ? ഓക്കെ. എരിയുണ്ടോ? എരിയ കയ്യിൽ ഇത്തിരിയൊക്കെ ആയപ്പോ അതിന്റെ എരിയുണ്ട്. കാര്യമില്ല, ഇത് കണ്ണിൽ തേച്ച. നമുക്ക് ചിക്കനിലേക്കുള്ള മസാല തയ്യാറാക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, അതിൽ നമ്മൾ ചതയ്ക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് 2.5 സ്പൂണ്. കുറച്ച് ഉപ്പ്, വെളിച്ചെണ്ണ, നാരങ്ങാനീര്, കുരുവെടുത്ത് കളയണം. കുരുവായിട്ട് ഇട്ടിട്ട് ഒരു മുറി നാരങ്ങാനീര്. മിക്സാക്കിയിട്ടുണ്ട്. മസാലയിലേക്ക് നമ്മുടെ ചിക്കൻ പീസ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് മസാല അതിന്റെ മേലെ കൂടെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. ഇത് കുറച്ച് നേരം ഇരിക്കട്ടെ. ഇതിൽ നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് മസാല പിടിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. അധികം മസാലയൊന്നുമില്ല, എങ്കിലും ഒരു 10-15 മിനിറ്റ് ഒന്ന് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ നമ്മുടെ മസാല ഏകദേശം പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിനെ വറുത്തെടുക്കാൻ വേണ്ടി പോവാണ്. വറുത്തെടുക്കാം അല്ലേ? അപ്പോൾ ഇതിന് നമ്മൾ സെപ്പറേറ്റ് ഒരു എണ്ണ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ മുളക് വറുക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള എണ്ണ തന്നെ നമ്മൾ ഇത് വറുക്കാൻ വേണ്ടി എടുക്കുകയാണ് കേട്ടോ. ഒന്ന് വറുത്താലോ? ഓക്കെ. എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. പിന്നെ പതുക്കെ ആ ചിക്കൻ പീസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓരോന്ന് ആ മുളകിലെ എണ്ണയെ കാരണേ നന്നായിട്ട് തെറിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ഹൈ ഫ്ലെയിമിൽ കത്തിക്കരുത്, ലോ ഫ്ലെയിമിൽ കത്തിക്കുക കേട്ടോ. 2 സൈഡിലും വേവുന്ന രീതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിടണം. ഇനി ഇതൊന്ന് തിരിച്ചിടാം.
ഫ്രൈ ആയി വന്നിട്ടുണ്ട്. വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. ബാലൻസ് ഉള്ളത് ഒരെണ്ണം കൂടി ഇതിലേക്ക് ഇടാം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളുള്ള വീടുകളിൽ കുട്ടികൾക്ക് അറിയില്ലല്ലോ ഇത് എണ്ണയാണ് തിളയ്ക്കുന്നത് എന്ന്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചിക്കനും ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇത് മുളക് വറുത്തുള്ള എണ്ണയായ കാരണം നന്നായിട്ട് തെറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അമ്മ പറഞ്ഞ പോലെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുവാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ ഒന്നും അടുത്തേക്ക് പരമാവധി എണ്ണയുടെ കൊണ്ടുവരുന്നത്. നന്നായിട്ട് തെറിക്കുന്നുണ്ട് കേട്ടോ. കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഓ അപ്പോൾ നമ്മുടെ ഇന്തോനേഷ്യയുടെ ഡിഷ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ടേസ്റ്റ് നോക്കണതാണ് അതിൻ്റെ വലിയ രസം എന്ന് പറയുന്നത്. നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമ്മൾ നന്നായിട്ട് ഇടിക്കണം കേട്ടോ. ഇടിച്ച് ചതച്ചതിന് ശേഷം നമ്മൾ ആ പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയുള്ള പേസ്റ്റ് കംപ്ലീറ്റ് ഇതിൽ തേച്ചിട്ട് എന്നിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. അതെങ്ങനെ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് നമുക്ക് അറിയില്ല. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ആദ്യം നമുക്ക് ചിക്കനെയൊക്കെ നന്നായിട്ടൊന്ന് ഇടിച്ച് സെറ്റാക്കാം കേട്ടോ. നമുക്കിപ്പോൾ തന്നെ നമുക്ക് കണ്ണൊക്കെ എരിയാൻ തുടങ്ങി. കാരണം അത് കുറച്ച് നേരമായി നമ്മുടെ അടുത്തൊക്കെ ഇരിക്കുന്നത്. കാരണം മുളകല്ലേ. അപ്പോൾ ഇതൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതെ നമ്മൾ ചിക്കൻ ഇടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇനി ഇടിയൻ ചിക്കൻ എന്നുള്ള പേര് വരാതിരിക്കട്ടെ. അപ്പം ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്തോനേഷ്യയിൽ എങ്ങനെയാണോ അവർ കഴിക്കുന്നത് ആ രീതിക്കാണ് നമ്മൾ ഇൻഗ്രീഡിയൻസും ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മളിപ്പോൾ 2 പീസ് എടുത്തിട്ടുള്ളത്. കാരണം വെച്ചാൽ ഒരുപാട് എടുത്തിട്ട് നമുക്കത് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം 2 പീസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ ഇത് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ ഇടിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇത് നല്ല രീതിയിൽ നമ്മൾ ചതച്ചെടുക്കണം കേട്ടോ. ഇത് ചതക്കുകയാണ്. പേസ്റ്റ് പിടിക്കുള്ളൂ. ഇങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ഇടിക്കണം കേട്ടോ. പിടിച്ചിട്ട് എന്നാലും അതിൽ പേസ്റ്റ് ശരിക്കും പിടിക്കുള്ളൂ. നല്ല രീതിയിൽ ഇടിക്കാം. നല്ലോണം വെന്തിട്ടുണ്ട് അല്ലേ. ഈ ഇടിച്ചതിലേക്ക് നമ്മുടെ ഈ പേസ്റ്റ് ഉണ്ടല്ലോ അങ്ങോട്ട് തേച്ച് കൊടുക്കാൻ വേണ്ടി പോകട്ടോ. എങ്ങനെ ഉണ്ടാവും പറയാൻ പറ്റില്ല. കാന്താരി ഔഷധമാണ്. അപ്പോൾ നമ്മുടെ ഫൈനലി ഡിഷൊക്കെ നമ്മൾ ഡെക്കറേഷൻ ചെയ്ത് സെറ്റാക്കി ഇട്ടിട്ടാ. മൊത്തം മുളക് മയമാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ പോണതിന് മുമ്പ് 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ നമ്മൾ 100 ഗ്രാം മുളകാണ് എടുത്ത് അതിനനുസരിച്ച് 100 ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ അത്രയൊന്നും പേസ്റ്റ് നമുക്ക് ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ അപ്പോൾ തന്നെ ഫുള്ളായി ബാക്കിയുള്ള പേസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇനി ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. ഇത് ഇന്തോനേഷ്യയിൽ ചെയ്യുന്ന അതേ രീതിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. എരിവ് ഒരുപാട് ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് ഒട്ടും സെറ്റ് ആവൂല കേട്ടോ. നമ്മുടെ അച്ഛന് അത് എരിവ് ഒട്ടും പറ്റൂല. എനിക്കൊക്കെ ഓക്കെയാണ്. ഇവർക്കൊക്കെ ചെറിയ രീതിയിൽ, അനിയന് നല്ല രീതിയിലും വേണം. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് ടേസ്റ്റ് നോക്കാം കേട്ടോ. അപ്പോൾ അയം പെനറ്റിൻ്റെ നമ്മൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അച്ഛൻ നോക്കിക്കോ, അമ്മ നോക്കിക്കോ. ഇതിന് ആൾക്കാർക്കൊക്കെ റെഡി. പിള്ളേരൊക്കെ ബാല്യക്കാരന്മാരൊക്കെ തിന്നും. കറക്റ്റ് ഇതാണോ ഈ മുളകൊക്കെ ആക്കിക്കൊണ്ട്. ഞാൻ മുളക് തേക്കാണ്ട് കുഴപ്പമില്ല. പക്ഷെ നല്ല എരിയുണ്ട്. ഇപ്പൊ തന്നെ നല്ല എരിയുണ്ട് കേട്ടാ.
അച്ഛൻ വെച്ചിട്ട് കിട്ടുന്നതാണ്. ഓഹോ കണ്ണിനൊക്കെ ചൂട് പോകാൻ തുടങ്ങി. 100 ഗ്രാം കാന്താരിയുടെ പകുതി ഇതിൽ തേച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനനുസരിച്ചുള്ള എരിവാണ് വരിക. ഷോ അയ്യോ ഭയങ്കര എരിയാണ്, എന്നാലും കുഴപ്പമില്ല. കുട്ടികൾക്കൊന്ന് പ്രത്യേകിച്ച് ഈ ഡിഷ് ട്രൈ ചെയ്ത് കൊടുക്കരുത് കേട്ടോ, ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കരുത്. അയ്യോ ഞാൻ മുളക് പേസ്റ്റ് തേക്കാത്തവിടത്തെ എടുത്തിരിക്കണേ. ഇത് പക്ഷെ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കുത്തല് മുളകിന്റെ മാത്രമല്ല, നമ്മള് വെളുത്തുള്ളി ഉണ്ട്, നാരങ്ങ നീര് പിഴിഞ്ഞു, ഉപ്പെല്ലാം ഇട്ടതുകൊണ്ട് അത് വേറൊരു ടൈപ്പാണ്. നമ്മൾ പച്ചക്ക് മുളകിൽ നിന്ന് ഒരു ടേസ്റ്റ് ഇല്ല കേട്ടോ, വേറൊരു ടൈപ്പാണ് കേട്ടോ. ടേസ്റ്റ് ഉണ്ട്, എരിയുണ്ട്, എനിക്ക് എരിവുണ്ട്. നല്ല എരിയോ? എരിവ് പറ്റില്ല. എരിയോ? എരിയില്ലേ? നീ മനുഷ്യനല്ലേ? നല്ലോണം എരി തിന്നും. പക്ഷെ നമ്മൾ വിചാരിച്ചതിൽ വെച്ച് അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമ്മള് ചിക്കൻ ഒന്നും കീറിയിട്ടൊന്നുമില്ല കേട്ടോ, ഫുള്ളായിട്ട് അങ്ങനെ തന്നെയാണ് വറുത്തെടുത്തിട്ടാ. കുഴപ്പമില്ല. എരി പറഞ്ഞാൽ എരിവുണ്ട്, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നമ്മള് വിചാരിച്ച അങ്ങനെ അത്ര നല്ല എരിയില്ല കേട്ടോ. ഒരു തവണ എരി കഴിച്ചപ്പോ ഞാനൊന്ന് സെറ്റ് ആയിട്ടാ. ഇനി കുറച്ച് കഴിഞ്ഞാലേ അറിയാമെന്ന് അറിയില്ല വയറ്റിന്ന് കയറുമെന്ന്. അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതാ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് മസ്റ്റ് ആയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ വെറൈറ്റീസ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം കേട്ടോ. അതുവരെ ബൈ. കുട്ടികൾക്ക് ഇത് കൊടുക്കരുത് ഒരിക്കലും, ഒരു സെറ്റ് ആവില്ല കേട്ടോ. നല്ല എരിയാണ്. ഞങ്ങൾക്ക് നല്ല എരി വേണമെന്നുകൊണ്ട് ഇത് കുഴപ്പമില്ല കേട്ടോ. ആദ്യത്തെ ടൈം കുറച്ച് ഒരു പീസ് കഴിക്കുമ്പോഴേക്കും നല്ല എരി ഉണ്ടായിരുന്നു, പിന്നെ പിന്നെ അത് സെറ്റ് ആയിട്ടാ. കുറെ പറഞ്ഞ പോലെ ആലീസേ ഒരു ബക്കറ്റ് വെള്ളം എടുക്കുന്ന പറഞ്ഞിട്ട് ഓട്ടിണ്ട് വരുമോന്നൊന്നും അറിയില്ല. വയറ് കാളും. ഓ മൂക്കൊക്കെ എരിയുണ്ട്. അച്ഛന് എരിവ് സെറ്റ് ആകാത്തോണ്ടേ അച്ഛൻ ഓടിപ്പോയി. അച്ഛന് അധികം എരിവ് പാടില്ല കേട്ടോ, നമുക്ക് നല്ല എരി വേണം. എനിക്ക് മതി, വയറേ കാളും. അമ്മയ്ക്ക് സെറ്റായി. ഞാനും അനിയനും കൂടി മത്സരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒന്നും എരി ഉണ്ടായിരുന്നില്ല, പ്ലേറ്റ് കാലിയാവും തോറും എരി കൂടി കൂടി വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ വയറ് കത്തി തുടങ്ങിട്ടാ. വേർപ്പ് വരാൻ തുടങ്ങിട്ടാ.